ഇന്ന് ഷീലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇത് രാവിലെ എഴുന്നേറ്റ് ഇച്ചിരി കപ്പ ഉണ്ടാക്കി. ഇന്നത്തെ ദിവസത്തേതാണ്. കപ്പ ഒന്ന് ഇളക്കി അത് കപ്പപ്പുഴുക്കുണ്ടാക്കി. അത് മീൻ കുറച്ച് മത്തി കിട്ടിയായിരുന്നു, അതിനെ വറുത്തു അത് വെച്ചു. വറുക്കാൻ മുമ്പ് വെട്ടുമ്പോഴും കഴുകുമ്പോഴും എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുത്തില്ല, സമയം കിട്ടിയില്ല. സമയക്കുറവ് കാരണം പിന്നെ പെട്ടെന്ന് അത് വറുത്തു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചൂരക്കറി, ചൂര കിട്ടിയായിരുന്നു, കേരച്ചൂരയാണ്. അപ്പോൾ അത് മുളകിട്ട് കറി വയ്ക്കുന്നതാണ് സാധാരണ ഇഷ്ടം. എന്നാലും ഇച്ചിരി തേങ്ങ അരച്ച് വറുത്തരച്ച് വെച്ചു, ഒരു വറുത്തരപ്പ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി തേട് കിട്ടിയായിരുന്നു. തേടെന്ന് പറയും, ഏട്ടയെന്ന് പറയും, അങ്ങനെ പറയും. പക്ഷേ അത് ആ തേട് നല്ലതായിട്ട് മല്ലിയും മുളകും ഉലുവയും ശകലം ഒരു നുള്ളു തേങ്ങയും പുളിയും ചേർത്ത് അത് വെച്ചു. അങ്ങനെ ഇത് കുറവാണ് തേട് കിട്ടുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ. ഇന്ന് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ ചോറ് വാല ഇട്ടിരിക്കുകയാണ്. ചോറ് വെച്ചു, ചോറ് വാല ഇട്ടു. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കി. ഇഡ്ഡലി ഉണ്ടാക്കിയായിരുന്നു. ഇഡ്ഡലി രാവിലെ ഉണ്ടാക്കി. രാവിലത്തെ ജോലി കലാപരിപാടികളൊക്കെ ഇതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് ഇച്ചിരി ചമ്മന്തി, ഇച്ചിരി വെള്ളച്ചമ്മന്തി ഉണ്ടാക്കി ഇഡ്ഡലിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് രാവിലത്തെ കലാപരിപാടികൾ. അപ്പോൾ ഇപ്പോൾ കപ്പ ആയിക്കൊണ്ടിരിക്കുന്നു. കപ്പ ഇളക്കി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഷീലാസ് കിച്ചണിലേക്കുള്ള പരിപാടികൾ. അപ്പോൾ ശരി, ഇന്ന് കപ്പയും മീൻ വറുത്തതും, മത്തി വറുത്തതും, പിന്നെ ചൂരക്കറിയും പിന്നെ തേടും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പം മക്കൾക്കും കുറച്ച് കൊണ്ടു കൊടുക്കും. പിന്നെ ഇപ്പം ഞാനുള്ളത് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നതാണ് മീനൊക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യം. ശരി, എന്നാൽ ഇനിയും നമ്മൾ അടുത്ത പാചകം കാണിക്കാം. ഓക്കെ, ബൈ.